നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ സാമൂഹിക മാധ്യമത്തിൽ പ്രതികരണവുമായി അതിജീവിത. വിധിയിൽ അത്ഭുതമില്ല. പൾസർ സുനി തന്റെ ഡ്രൈവറാണെന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. 2020 തന്നെ ചില അന്യായ നീക്കങ്ങൾ ബോധ്യപ്പെട്ടുവെന്നും അതിജീവിത പറയുന്നു. വിധിക്കെതിരെ നടി മഞ്ജു വാര്യരും രംഗത്തെത്തി. ശിക്ഷിക്കപ്പെട്ടത് കുറ്റം ചെയ്തവരാണെന്നും ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിലാണെന്നും മഞ്ജു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ആരോപിച്ചു. സിജോ വർഗീസ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സിജോ, എന്താണ് ഇരുവരും പറയുന്നത്? അജിംസ് വളരെ വൈകിയാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഏറെ ആലോചനകൾക്ക് ശേഷമാണെങ്കിലും അതിജീവിത ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ചില പ്രതീക്ഷകൾ, ചില ആശങ്കകൾ, ചില വിമർശനങ്ങൾ ഇതെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളുടെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക കാണുന്നു. ഈ കേസിൽ 6 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത്. എൻ്റെ വേദനകളെ നുണയെന്നും കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഈ വിധിയെ സമർപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട്. മറ്റൊന്ന്, പൾസർ സുനി തൻ്റെ ഡ്രൈവറല്ല. പൾസർ സുനി ഒരു സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ട ആളാണ് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ വിധി പലർക്കും പോലെ തന്നെ തന്നെ പലർക്കും നിരാശയുണ്ട്. പക്ഷേ ഇതിൽ അത്ഭുതമൊന്നുമില്ല. 2020 അവസാന ഭാഗത്ത് അന്യായമായ ചില നീക്കങ്ങൾ നടക്കുന്നതായി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ബോധ്യപ്പെട്ടിരുന്നു എന്ന് കുറ്റാരോപിതരായിട്ടുള്ള ഒരാളുടെ കാര്യത്തിലേക്ക് അത് നീങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ഈ അതിജീവിത പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. നിയമത്തിൻ്റെ മുമ്പിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധ്യമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഈ അതിജീവിത പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മേൽക്കോടതികളിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്നൊരു സൂചനയാണ് പ്രധാനമായും നൽകുന്നത്. ഒപ്പം തന്നെ കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് സൂചിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ കൂടി നടത്തുന്നുണ്ട്. ഈ കേസിൽ തൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 പ്രാവശ്യം അത് അനധികൃതമായി തുറന്നു, അത് പരിശോധിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോഴും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു തന്നില്ല. കേസിൽ ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുപരമായി പെരുമാറുന്നത് വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്ത് ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് നടപ്പായില്ല. ഒപ്പം തന്നെ പ്രതിഭാഗം ഈ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ആവശ്യമായി ബന്ധപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ ഉൾപ്പെടെ സമീപിച്ചു. അപ്പോൾ തന്നെ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്ന് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജിയിൽ കക്ഷി ചേർന്നു എന്നുള്ളത് സംശയങ്ങൾക്ക് ബലം നൽകുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വരെ കത്തുകൾ അയക്കേണ്ട ആ ഒരു ഘട്ടം വരെ അത്രമാത്രം സങ്കീർണത അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ നടക്കണം എന്ന് ആവശ്യപ്പെട്ടതും ഒരു അതിജീവിത തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ തന്നെ ഒന്നും തന്നെ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒപ്പം എന്തായാലും ഇതുവരെ തന്നോടൊപ്പം നിന്ന ആളുകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ കൂടി ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് കോടതിയോട് ആദരവുണ്ട്, കുറ്റക്കാർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അപ്പോഴും ആസൂത്രണം നടത്തിയവർ പുറത്ത് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണ തോതിൽ നടപ്പാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. പോലീസിലും നിയമ സംവിധാനത്തിലും താൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് വിശ്വാസം ദൃഢമാകാൻ ഇത്തരം കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്നും മഞ്ജു വാര്യർ ഈ പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് അതിജീവിതയ്ക്ക് മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും വേണ്ടിയാണ്. അതായത് മനുഷ്യർക്കും തുല്യ നീതി ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. തൊഴിലിടങ്ങളിലും ഒപ്പം തന്നെ തെരുവിലും ജീവിതത്തിലെല്ലാം തന്നെ തലയുയർത്തിപ്പിടിച്ച് നടക്കാനുള്ള ആ ഒരു സാഹചര്യം, ഭയപ്പാടില്ലാതെ നടക്കാനുള്ള ഒരു സാഹചര്യം അത് ഉണ്ടാകണമെന്നാണ് മഞ്ജു വാര്യർ ഈ പോസ്റ്റിൽ കൂടി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ 2 പേരുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഇത് രണ്ടും നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഈ പോസ്റ്റുകളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതായത് നടിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടാകുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ കോടതിക്ക് അകത്തും പുറത്തും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വിധി പ്രസ്താവം നടക്കുന്ന സാഹചര്യത്തിൽ ഈ ജഡ്ജി ഹണിയം വർഗീസ് ഇതുപോലെ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത്
ഈ സംശയമുള്ളവർക്ക് പ്രതികരണം നടത്തുന്നവർക്ക് വിധി പകർപ്പ് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയ ശേഷം മാത്രം പ്രതികരണം നടത്തുക. അതിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരണം ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിധി പകർപ്പ് പുറത്തു വന്നതിന് പിന്നാലെ കോടതി എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിരീക്ഷണത്തിലേക്കും നിഗമനത്തിലേക്കും എത്തിയത് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിഗമനങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ അതിജീവിതയും ഒപ്പം തന്നെ മഞ്ജു വാര്യരും പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ശരി, എന്തായാലും വിധി പ്രസ്താവം 12-നാണ് പുറത്തു വന്നത്. ആ വിധി പ്രസ്താവം വന്നതോടുകൂടി അതിനോട് പ്രതികരിക്കുകയാണ് മഞ്ജു വാര്യരും അതിജീവിതയും.